നമസ്കാരം. സർഫസ് കെമിസ്ട്രിയുടെ മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഡ്സോർപ്ഷൻ്റെ ടൈപ്സിനെ പറ്റിയാണ്. ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പം സംശയിക്കേണ്ട, ഇറ്റ് ഈസ് അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസസ് ഓൺ സോളിഡ്സ്. സോളിഡ്സിലുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ അഡ്സോർപ്ഷനാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ? Depending on the nature of forces between adsorbate and adsorbent, we can classify the adsorption into two categories. The first one is physisorption or physical adsorption, and second is chemisorption or chemical adsorption. These are the two classes of adsorption. ഇനി എങ്ങനെയാണ് ഇവയെ ക്ലാസിഫൈ ചെയ്തത്? അഡ്സോബേറ്റും അഡ്സോബൻറ്റും തമ്മിലുള്ള ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഈ രണ്ട് തരം കാറ്റഗറീസ് ഉണ്ടായത്. അപ്പം എന്തായിരിക്കും ഫിസിസോർപ്ഷൻ? ആ പേരിൽ തന്നെ ഉണ്ട്. എന്തായിരിക്കും ഫിസിസോർപ്ഷൻ? ഇഫ് ദ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ അഡ്സോബേറ്റ് ആൻഡ് അഡ്സോബൻറ്റ് ഈസ് ഡ്യൂ ടു ദ വീക്ക് വണ്ടർബിൾ ഫോഴ്സസ്, ഇറ്റ് ഈസ് കോൾഡ് ഫിസിസോർപ്ഷൻ. അഡ്സോബേറ്റും അഡ്സോബൻറ്റും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഒരു വീക്ക് വണ്ടർബിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ടാണെങ്കിൽ, ഫിസിക്കൽ സ്വഭാവമാണെങ്കിൽ നമ്മൾ അതിനെ പറയും ഫിസിസോർപ്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ. അപ്പം എന്തായിരിക്കും കെമിസോർപ്ഷൻ? അഡ്സോബേറ്റും അഡ്സോബൻറ്റും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കെമിക്കൽ നേച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ കെമിക്കൽ ബോൺഡ്സ് കൊണ്ടുള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് chemisorption or chemical adsorption. If the forces of attraction between the adsorbate and adsorbent is due to chemical bonds or chemical force of attraction, it is called chemisorption. Let's move on to the important features of both types of adsorption. So first we start with the features of physisorption. ഫിസിസോർപ്ഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇറ്റ് ലാക്സ് സ്പെസിഫിസിറ്റി. ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി. ഫിസിസോർപ്ഷന് സ്പെസിഫിക് അല്ല, ഫിസിസോർപ്ഷന് സ്പെസിഫിസിറ്റി ഇല്ല. വൈ ഇറ്റ് സോ? അതായത് ഫിസിസോർപ്ഷന് ഏത് സോളിഡ് സർഫസിലും ഏത് ഗ്യാസ് മോളിക്യൂൾസിനെയും അഡ്സോർബ് ചെയ്യാൻ പറ്റും. വൈ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? കാരണം ഒന്നേ ഉള്ളൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിസിസോർപ്ഷൻ ഇസ് ഡ്യൂ ടു വീക്ക് വണ്ടർബിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ വീക്ക് വണ്ടർബിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്, ഇറ്റ് ഇസ് യൂണിവേഴ്സൽ ഇൻ നേച്ചർ. ഏത് ഫിസിക്കൽ ബോഡീസിനും ഇടയിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് വീക്ക് വണ്ടർബിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ഇറ്റ് ലാക്സ് സ്പെസിഫിസിറ്റി. ഏത് ഗ്യാസിനെയും ഏത് സോളിഡ് സർഫസിനും അഡ്സോർബ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് ദ ഫിസിസോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് അഡ്സോർബേറ്റ്. എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ഓൺ ദ സോളിഡ് സർഫസ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് അഡ്സോർബേറ്റ്. അവിടെ നമുക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്, ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്, ഹാവിങ് ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഈ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസിൻ്റെ പ്രത്യേകത, ദേ അഡ്സോർബ്ഡ് മോർ ദാൻ പെർമനൻറ്റ് ഗ്യാസസ്. പെർമനൻറ്റ് ഗ്യാസസിൻ്റേതിനേക്കാളും ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസിന് കൂടുതൽ അഡ്സോർബ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ പറഞ്ഞു ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ ഹാവിങ് ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ഹൈ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ അഡ്സോർപ്ഷൻ്റെ എമൗണ്ടും കൂടുതലായിരിക്കും. എന്നാൽ പെർമനൻറ്റ് ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഹാവിങ് ലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ലോ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ അഡ്സോർപ്ഷനും കുറവായിരിക്കും. ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഫിസിസോർപ്ഷൻ ഈസ് സർഫസ് ഏരിയ. സർഫസ് ഏരിയയും ഫിസിസോർപ്ഷനും തമ്മിലുള്ള ബന്ധം. നമുക്കറിയാം അഡ്സോർപ്ഷൻ സംഭവിക്കുന്നത് സർഫസിലാണ്. അങ്ങനെയാണെങ്കിൽ സർഫസിൻ്റെ ഏരിയ വർദ്ധിക്കുമ്പം അഡ്സോർപ്ഷൻ എന്താ സംഭവിക്കുക? യെസ്, അഡ്സോർപ്ഷൻ്റെ റേറ്റും കൂടും. സോ ഓൺ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ, ഫിസിസോർപ്ഷൻ ഓൾസോ ഇൻക്രീസസ്. നമ്മൾ കണ്ടിട്ടുണ്ട് പല ഇൻഡസ്ട്രിയൽ പ്രോസസ്സസിലും
കാറ്റലിസ്റ്റിനെ ഒന്നുകിൽ ഫൈൻലി ഡിവൈഡഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സ്പോഞ്ചി രൂപത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഹേബർ പ്രോസസ്സിലൊക്കെ അയേണിനെ നമ്മൾ പഠിച്ചത് എങ്ങനെയാ? സ്പോഞ്ചി അയേൺ ആണ്. എന്തിനാ അങ്ങനെ സ്പോഞ്ചി ആക്കുന്നത് അല്ലെങ്കിൽ ഫൈൻലി ഡിവൈഡഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നത്? അങ്ങനെ ചെയ്യുമ്പോഴാണ് സർഫസിന്റെ ഏരിയ വർദ്ധിക്കുന്നത്. ഏരിയ വർദ്ധിക്കുമ്പം എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷനും വർദ്ധിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് ദ റിവേഴ്സിബിൾ നേച്ചർ. ഫിസിക്സ് ഓപ്ഷൻ ഈസ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ. നമുക്കൊരു ഫിസിക്സ് ഓപ്ഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഗ്യാസ് മോളിക്യൂൾസ് സോളിഡ് സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യുന്നതാണിത്. അപ്പൊ നോക്കൂ, അഡ്സോർപ്ഷൻ നടന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാസ് ഓൺ സോളിഡ് കിട്ടി. അതിനോടൊപ്പം എന്ത് ലിബറേറ്റ് ചെയ്തു? ഹീറ്റ് ലിബറേറ്റ് ചെയ്തു. നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഫിസിക്സ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. നേരത്തെ നമ്മൾ പഠിച്ച കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഫിസിക്സ് ഓപ്ഷൻ? ഫിസിക്സ് ഓപ്ഷനിലുള്ള ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരിക്കും? ദിസ് ഇസ് ആൻ ഈക്വിലിബ്രിയം പ്രോസസ് അല്ലേ? അങ്ങോട്ട് നടക്കുന്നത് അഡ്സോർപ്ഷൻ ആണ്, തിരിച്ചിങ്ങോട്ട് എന്ത് സംഭവിക്കും? ഡിസോർപ്ഷൻ സംഭവിക്കും. അക്കോർഡിംഗ് ടു ലേ ഷാർട്ട്ലി പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പം സിസ്റ്റം ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. അതായത് ഏത് പ്രോസസ്സ് എളുപ്പം നടക്കും? എക്സോതെർമിക് ആണോ അതോ എൻഡോതെർമിക് പ്രോസസ് ആണോ? എൻഡോതെർമിക് പ്രോസസ്സ് എളുപ്പം നടക്കുമല്ലേ? അതായത് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ അല്ല നടക്കുക, പകരം ഡിസോർപ്ഷൻ നടക്കും. അപ്പോൾ ഒരു പ്രോസസ്സിൽ ഫിസിക്സ് ഓപ്ഷൻ എന്ന പ്രോസസ്സ് ഫേവറബിൾ ആകണമെന്നുണ്ടെങ്കിൽ ഏത് ടെമ്പറേച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം? ലോ ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ ലോ ടെമ്പറേച്ചറിലാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്, ഫിസിക്സ് ഓപ്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഫിസിക്സ് ഓപ്ഷനിൽ ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ കണ്ടത്. ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ ഫിസിക്സ് ഓപ്ഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ ഓൺ ഫിസിക്സ് ഓപ്ഷൻ? പ്രഷർ കൂടുമ്പോഴെന്താ സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് അതും ലേ ഷാർട്ട്ലി പ്രിൻസിപ്പിൾ പ്രകാരം നമുക്കറിയാം, പ്രഷർ കൂടിയാൽ എവിടെയാണോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവുള്ളത് അങ്ങോട്ടേക്കായിരിക്കും പ്രോസസ് മൂവ് ചെയ്യുന്നത്. ഇതിൽ എവിടെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവ്? ഇവിടെ ഗ്യാസസ് ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെയോ ഗ്യാസസ് സോളിഡിലോട്ട് അഡ്സോർബ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എവിടെ കുറവാണ്? ദാ ഈ സൈഡിൽ കുറവാണ്. അപ്പൊ പ്രഷർ കൂടുമ്പം എന്ത് സംഭവിക്കും? പ്രഷർ കൂടുമ്പം അഡ്സോർപ്ഷൻ എന്ന ഈ ഫോർവേഡ് പ്രോസസ്സസ് ഫേവറബിൾ ആകും. സോ വി ക്യാൻ കൺക്ലൂഡ് ഹിയർ ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ആർ ദ ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ഫിസിക്സ് ഓപ്ഷൻ. ഫിസിക്സ് ഓപ്ഷന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ ആണ്, അതേപോലെ തന്നെ ഹൈ പ്രഷർ ആണ്. നോക്കൂ ഈ ഗ്രാഫ്. This is a graph connecting two variables, the amount of adsorption on y-axis and temperature on x-axis. Amount of physics option on y-axis. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫിസിക്സ് ഓപ്ഷൻ കുറയും. ആ കാണിക്കുന്ന ഗ്രാഫാണിത്. ലോ ടെമ്പറേച്ചറിൽ ഫിസിക്സ് ഓപ്ഷൻ മാക്സിമം ആണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഫിസിക്സ് ഓപ്ഷൻ കുറഞ്ഞു വരുന്നു. ഓക്കെ, നമുക്ക് പഠിക്കേണ്ട അടുത്ത ഒരു പോയിന്റ് ആണ് ലോ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. ഓഫ് കോഴ്സ് ഫിസിക്സ് ഓപ്ഷൻ ഈസ് എൻ എക്സോതെർമിക് പ്രോസസ്. ഹീറ്റ് ഇസ് ലിബറേറ്റഡ് ഡ്യൂറിങ് ഫിസിക്സ് ഓപ്ഷൻ. പക്ഷെ ഇവിടെ ഫിസിക്സ് ഓപ്ഷൻ ഒരു പ്രത്യേകത, അതിൻ്റെ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ലോ ആണ്. അതിൻ്റെ അർത്ഥം ലോ ഹീറ്റ് മാത്രമേ, കുറഞ്ഞ എമൗണ്ട് ഓഫ് ഹീറ്റ് മാത്രമേ ഫിസിക്സ് ഓപ്ഷൻ സംഭവിക്കുമ്പോൾ പുറത്തു വിടുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും കുറച്ച് മാത്രം എനർജി പുറത്തു വിടുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് വാണ്ടർവാൾ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ്, അഡ്സോർബേറ്റും അഡ്സോർബൻറ്റും തമ്മിൽ. അത് വളരെ വീക്കാണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ വീക്കായിട്ടുള്ള ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർഫസ് എനർജിയിൽ വളരെ ചെറിയ തോതിൽ മാത്രമേ ഡിക്രീസ് ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പുറത്തുവിടുന്ന സർഫസ് എനർജി ഹീറ്റായിട്ട് പുറത്തുവിടുന്നതും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഓർ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ലോ ആണെന്ന് പറയുന്നത്. ഇറ്റ്സ് ഇൻ ദ റേഞ്ച് 20 to 40 kilojoule per mole. So what are the features of physics option? Can you remember? The first one is it lacks specificity. Second is physics option depends on the nature of adsorbate. And third,
it depends on the surface area. And fourth, reversibility. And fifth, low enthalpy of adsorption. Okay. നമ്മളിപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഫിസിസോപ്ഷൻ പറഞ്ഞില്ലേ? സോ നെക്സ്റ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിസോപ്ഷൻ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കെമിസോപ്ഷൻ? ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഹൈ സ്പെസിഫിസിറ്റി. നമ്മൾ നേരത്തെ കണ്ട ഫിസിസോപ്ഷനിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കെമിസോപ്ഷൻ. ഹൈലി സ്പെസിഫിക് ആണ്. എന്തുകൊണ്ടായിരിക്കാം ഹൈലി സ്പെസിഫിക് ആയിരിക്കുന്നത്? ഒരു കെമിസോപ്ഷൻ പ്രോസസ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അഡ്സോർബേറ്റും അഡ്സോർബൻറ്റിനും ഇടയിൽ എന്തുണ്ടാവണം? കെമിക്കൽ ബോണ്ട് ഉണ്ടാവണം. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കെമിസോപ്ഷൻ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കെമിസോപ്ഷൻ ഈസ് ഹൈലി സ്പെസിഫിക്. ഓക്കെ. ദെൻ നെക്സ്റ്റ് തിങ് ഈസ് ഇർറിവേഴ്സിബിലിറ്റി. കെമിസോപ്ഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇർറിവേഴ്സിബിലിറ്റി. എന്തുകൊണ്ടായിരിക്കാം? ദിസ് ഈസ് ഇർറിവേഴ്സിബിൾ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട് ഫോം ചെയ്തെങ്കിൽ മാത്രമേ ഒരു കെമിസോപ്ഷൻ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തിരിച്ചതിനെ വീണ്ടും അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും ആക്കി മാറ്റാൻ കഴിയില്ല. ഇർറിവേഴ്സിബിൾ ആണ്. നോക്കൂ, വാട്ട് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ കെമിസോപ്ഷൻ? നമ്മൾ നേരത്തെ ഫിസിസോപ്ഷനിൽ പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ കൂടുമ്പം ഫിസിസോപ്ഷൻ കുറയും. എന്നാൽ ഇവിടെ കേസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നോക്കൂ, അറ്റ് ബിഗിനിങ്, on increasing the temperature, the amount of chemisorption also increases and reaches to a maximum point. Thereafter, it decreases on increasing the temperature. ചെറിയൊരു വ്യത്യാസം ഇവിടെ ഫീൽ ചെയ്യുന്നില്ലേ? തുടക്കത്തിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പം കെമിസോപ്ഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന എക്സോതെർമിക് ആണ്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. അക്കോർഡിംഗ് ടു ലേ ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ ടെമ്പറേച്ചർ കൂടുമ്പം കെമിസോപ്ഷൻ കുറയാണ് വേണ്ടത്. എന്നിട്ടും അതിൻ്റെ തുടക്കത്തിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതൊരു മാക്സിമം പോയിന്റ് വരെ ഇൻക്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കാം അത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് കെമിസോപ്ഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യണം എന്നാണ്. അങ്ങനെ കോമ്പൗണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ മോളിക്യൂൾസിന് ഒരു പെർട്ടിക്കുലർ എനർജി ലെവൽ ഉണ്ടായിരിക്കണം. ആ എനർജി ലെവൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് ടെമ്പറേച്ചർ കൂടുമ്പം കെമിസോപ്ഷൻ വർദ്ധിക്കുന്നത്. അതായത് ആ കൊടുക്കുന്ന ടെമ്പറേച്ചർ അത് ആക്ടിവേഷൻ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ. പിന്നീട് ഇങ്ങോട്ട് നോക്കൂ, ബാക്കിയുള്ള ഭാഗം നമ്മുടെ ഫിസിസോപ്ഷനിലേതുപോലെ തന്നെയുള്ള ഗ്രാഫ് അല്ലേ? കാരണം എന്താ? ഇവിടുന്ന് അങ്ങോട്ട് കുറയാനുള്ള കാരണം എന്താണ്? എല്ലാ മോളിക്യൂൾസിനും ആക്ടിവേഷൻ എനർജി കിട്ടി, ത്രെഷോൾഡ് എനർജി ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ടെമ്പറേച്ചർ കൊടുത്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്സോർപ്ഷൻ ഒരു എക്സോതെർമിക് ആണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അഡ്സോർപ്ഷൻ കുറയുകയാണ് ചെയ്യുക. And what will be the influence of pressure on chemisoption? നമ്മൾ ഫിസിസോപ്ഷനിൽ കണ്ടതുപോലെ തന്നെയാണ്. On increasing the pressure, amount of chemisoption also increases. Okay. Then let's move on to next feature, that is surface area. അത് നേരത്തെ നമ്മൾ ഫിസിസോപ്ഷനിൽ പഠിച്ചതുപോലെ തന്നെയാണ്. ഏതൊരു അഡ്സോർപ്ഷനും ഒരു സർഫസ് ഫിനോമിനൻ ആണ്. അതുകൊണ്ട് തന്നെ സർഫസ് ഏരിയ കൂടുമ്പം എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷനും വർദ്ധിക്കും. Then last point is it possesses high heat of adsorption. എന്തുകൊണ്ടായിരിക്കും കെമിസോപ്ഷനിൽ ഹൈ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഉണ്ടാകുന്നത്? നമുക്കറിയാം എല്ലാ അഡ്സോർപ്ഷനും എക്സോതെർമിക് ആണ്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. എന്നാൽ കെമിസോപ്ഷനെ സംബന്ധിച്ചിടത്തോളം അത് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ട് കൂടുതലാണ്. എൻതാൽപി ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്. ആൻഡ് ഇറ്റ്സ് ഇൻ ദ റേഞ്ച് 80 to 240 kilojoules per mole. അതിൻ്റെ കാരണം നമുക്കറിയാം, കെമിസോപ്ഷനിൽ അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിലുള്ള ഫോഴ്സ് വളരെ സ്ട്രോങ്ങർ ആണ്. കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം എനർജി റിലീസ് ചെയ്യുന്നു. ഹൈ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഉണ്ടാകുന്നു. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിസോപ്ഷൻ. ഒന്നും കൂടെ ഓർത്തിരുന്നാൽ, ഇറ്റ് possesses ഹൈ സ്പെസിഫിസിറ്റി. And second thing is chemisoption is irreversible, and on increasing the surface area, chemisoption also increases, and it possesses high heat of adsorption. These are the different features of chemisoption. And at last, this is your today's assignment.